ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഗ്രൻ ഒരു ബീഫ് ലിവർ വരട്ടിയതുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ലിവർ കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. കാഴ്ചക്കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിരൾച്ച ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് സിങ്ക്, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് ഈ ലിവറാണ്. ലിവറിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഫോളിക് ആസിഡ്, അയേൺ, സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷി കിട്ടാനായിട്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ലിവർ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും അതുപോലെ തന്നെ അമിനോ ആസിഡിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒക്കെ ഒരു കലവറയാണ്. ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ശരി, ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ ബീഫ് ലിവറാണ്. പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, 2 പച്ചമുളക്, ഇതൊരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ്. ഇനി വേണ്ടത് ഒരു ചുവട് കട്ടിയുള്ള പാത്രം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വലിയൊരു കരണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം കറിവേപ്പിലയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അപ്പോൾ നമ്മൾ ഈ ലിവർ ഫ്രൈക്ക് ചെറിയുള്ളി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ആ ചെറിയുള്ളി തന്നെ എടുക്കണം. സവാള എടുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം, മഞ്ഞൾപ്പൊടി. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഉള്ളിയിലൊക്കെ ആ ഒരു മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി മസാലയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോകണം. അതിനുശേഷം നമ്മുടെ കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊരു പകുതി ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് ലിവർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ആ ലിവറിൻ്റെ അകത്തൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം അതൊക്കെ നന്നായിട്ട് എല്ലാ മസാലയും ആ ലിവറിൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം മതി, ലിവറിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നോളും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് വെള്ളത്തിൽ അത് വെന്തോളൂ കേട്ടോ. കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ
ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. ഇപ്പം ഇത് കുറച്ച് നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്, കുറച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിൽ നമ്മളതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി കറിവേപ്പിലയും ബാക്കിയുള്ള കുരുമുളകും പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ലിവർ ഫ്രൈക്ക് കിട്ടും. നല്ലൊരു പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ലിവർ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് ഇതിൻ്റെത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.